അപ്പൊ ഓരോരുത്തരും അവനവൻ തിന്നത് ചൊല്ലു. അതല്ലേ സംഭവം. ഇനി ഞാൻ ചോദിക്കട്ടെ, അപ്പുറത്തിരിക്കുന്ന ആള് പ്രിൻസിപ്പാളായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനില്ലേ, ഉണ്ടല്ലോ. അതിന്റെ കാരണം ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാരുടെ മകളെ ഭർത്താവായിയാണ്. എന്റെ അറിവ് അങ്ങനെയാണ്. ഞാൻ ഇക്കാര്യം പറഞ്ഞില്ല, സനതൊന്നും ചോദിച്ചുകൂടരുത്. അപ്പോ മാനു മുസ്ലിയാര് ഇദ്ദേഹത്തെ മാനേജറാക്കിയില്ല. മാനു മുസ്ലിയാര് പ്രായമുള്ള ഒരു പണ്ഡിതനാണ്, പക്ഷെ മാനേജറാക്കില്ല. കാരണം മാനേജറാക്കിയാൽ പലതും കൈകാര്യം ചെയ്യണല്ലോ. അതിന് ഇയാള് പറ്റൂല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാന്തപുരം ഉസ്താദ് മകളെ ഭർത്താവിനെ മാനേജറാക്കി. കാരണം ഓരോരുത്തർ കൊള്ളുന്ന ആളല്ലേ ഓരോന്നിനും നിശ്ചയിക്കുക. അതേ സമയത്ത് മകളെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ മകള് പട്ടിണിയായി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ജോലി കൊടുത്തിട്ടുണ്ട് അവിടെ. കാരണം മകള് പട്ടിണിയായി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഏതോ ഒന്നിന്റെ പ്രിൻസിപ്പൾ ആക്കിയിട്ടതിന്റെ അറിവ്. കാരണം മകള് പട്ടിണിയായി പോരുക മൂപ്പര് ചിന്തിച്ചതിൽ തെറ്റൊന്നുമില്ല. അതേത് പണ്ഡിതരും ചിന്തിക്കണ്ട അവനവന്റെ മകള് പട്ടിണിയായി പോകാൻ പാടില്ല. എന്നാ സുഹൃത്തുക്കളെ, മാനേജറാക്കാൻ പറ്റൂല എന്നുള്ളതുകൊണ്ടായിരിക്കാം മാനേജറാക്കാതിരുന്നത്. ഞാനിപ്പോ അതിലൊന്നുമല്ല കടക്കാൻ പോകുന്നത്. വേറൊരു വിഷയമാണ്. എന്താണിത്? ഇയാൾ പറഞ്ഞല്ലോ, ഇത് സി ഉസ്താദിനെ മാനേജറാക്കി മകനെ അവിടെയാക്കി. എന്താണ് തോന്നിയ? മകന് വേണ്ടി മർക്കസ് പണയം വെച്ചു മകന് വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ മുമ്പ് വളരെ വിശദമായി വിശദീകരിച്ച വിഷയമാണ്. ഇരിക്കട്ടെ, ആ ഭാഗത്തിൽ മുമ്പ് വിശദീകരിച്ച വിഷയമാണ്. മകന് വേണ്ടി ഒരു പണയവും വെച്ചിട്ടില്ല. മർക്കസു സലക്കാവത്ത് സുന്നിയുടെ ഒരു സ്വത്തും ഒരു മകന് വേണ്ടിയിട്ടും പണയം വെച്ചിട്ടില്ല. പച്ചക്കള്ളം പറഞ്ഞതാണ്. ഇരിക്കട്ടെ, പറഞ്ഞു വരുന്നത് ആ പച്ചക്കള്ളം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ കുടുംബത്തിലുള്ള ആളെ മാനേജറാക്കി മൂപ്പർക്ക് തീരെ പറ്റാത്തൊരു സംഗതിയാണ്. എന്നാൽ ഇയാൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റം പറയാൻ തുടങ്ങും. അന്നേരം എന്താ പറയാ അറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കഴിയുമ്പോഴേക്ക് തന്നെ അതാ അമ്മോശൻ ഭരണാധികാരി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. രണ്ടാമത്തെ ഭരണാധികാരി വേറൊരു അമ്മോശൻ ഉമർ ഖത്താബ്. പിന്നെ മൂന്നാമത്തെ ഖലീഫ പുതിയാപ്പിള മകളെ ഭർത്താവ്. നാലാമത്തെ ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് മകളെ ഭർത്താവ്. അപ്പൊ മകളെ ഭർത്താവിനെ അമ്മോശനെയൊന്നും ഒരു സ്ഥാനത്തും നിർത്താൻ പറ്റൂല. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശാണ് എന്ന് പറയാൻ വേണ്ടി മുജാഹിദിന് അവസരം കൊടുക്കാൻ ഈ ശുദ്ധ നുണയും ഫിത്നയും പറയുന്ന ഈ മനുഷ്യൻ ഇന്ന് വരെ നടന്ന മുഴുവൻ പ്രസംഗങ്ങളും മുജാഹിദിന് വളം കൂട്ടാൻ മാത്രമേ അപ്പുറത്തുള്ള പ്രസംഗം ഉപയോഗിച്ചിട്ടുള്ളൂ. അതേ സമയത്ത് നാദാപുരത്ത് കണ്ണ പ്രസംഗം ഞാൻ എത്രയോ നടത്തി. ഇവരുടെ ഇതുപോലത്തെ ഓരോ ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് സെലഫി ഇതുവരെയും കേൾപ്പിച്ചിട്ട് ആ വിഷയം തൊടാതെ പ്രസംഗിക്കുകയാണ് ഞാൻ ചെയ്തത്. മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, അതിനൊക്കെ മറുപടി പറയാനില്ലാട്ടോ. ഒക്കെ നേരത്തെ ഓർമ്മപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയിൽ കാന്തപുരം ഉസ്താദിന് ആദ്യം ലഭിച്ച മുടിയുടെ സനദ് ഉസ്താദിന്റെ കയ്യിലുണ്ടെന്നും അത് തങ്ങൾ ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുക്കുകയും അത് ബന്ധപ്പെട്ടാൽ കാണിച്ചു കൊടുക്കാമെന്ന് ഉസ്താദ് പറയുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഉസ്താദ് ഔദ്യോഗികമായി ബന്ധപ്പെട്ടാൽ എന്ന പരാമർശം നടത്തിയിട്ടുണ്ട്. ആ ഔദ്യോഗികമായി ബന്ധപ്പെടേണ്ടതിന്റെ രൂപം എങ്ങനെയാണ് എന്നൊന്ന് വിശദീകരിച്ചാൽ ആ രൂപത്തിൽ തന്നെ ആളുകളെ കൂട്ടി ജനങ്ങൾക്ക് വരാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാനായ ശൈഖുനാ ഉസ്താദ് അവർക്ക് പരമ്പര മുഖേന ലഭിച്ച മർക്കസിൽ കൊല്ലങ്ങളായി സൂക്ഷിച്ചുകൊണ്ട് ബറക്കത്തെടുക്കുന്ന മഹത്തായ പുണ്യകേശം, ആ പുണ്യകേശത്തിന്റെ മുഫസ്സലായ സനദും മുഖ്തസറായ സനദും ഞാൻ സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ തങ്ങളെപ്പോലുള്ള വിശ്വസ്തരായ ആളുകൾക്ക് അതുപോലെ തന്നെ അതിനെ ബഹുമാനിക്കുന്നവർക്ക് ഞാൻ കയ്യിൽ കൊടുത്തിട്ടും ഉണ്ട്, നോക്കാൻ വേണ്ടി. അതെന്റെ കൈവശത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു എതിരാളികൾക്ക് അഥവാ അതിനെ നിഷേധിക്കുന്നവർക്ക് അത് കാണണമെങ്കിൽ ഔദ്യോഗികമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞത് ഒരു ഫിത്ന, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിത്ന, ആ ഫിത്ന ഇല്ലായ്മ ചെയ്യാനാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ തർക്കം കൊണ്ട് നടക്കാൻ വേണ്ടിയല്ല. നമുക്ക് ഈ തർക്കത്തിനോടൊന്നും താല്പര്യമില്ല. ഞാൻ ഇന്നലെ ഇമാം ഗസാലി കിതാബ് വായിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഈ ഒരു ഫിത്ന, ആ ഫിത്ന ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഔദ്യോഗികമായി ബന്ധപ്പെട്ട കാണിച്ചത്. അല്ലെങ്കിൽ ഓരോരുത്തർ രാവിലെ സുബൈക്ക് ഒരുത്തം വന്ന് ഓന് കാണിച്ചു കൊടുത്ത് അവനങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ വേറൊരുത്തം ദുഹാക്ക് വന്ന് ഓന് കാണിച്ചു കൊടുത്ത് അയ്യോ പിന്നെ 11 മണിക്ക് വേറൊരുത്തം വന്ന് ഓന് കാണിച്ചു കൊടുത്ത് ഇങ്ങനെയാണെ പിന്നെ എന്റെ പണിയൊന്നും നടക്കൂല. എനിക്ക് ഇതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ കാണിച്ചു കൊടുക്കാൻ. അപ്പോ എന്ത് വേണം? അവരുടെ സംഘടന, അവർക്ക് അവരുടേതായ ഒരു സമസ്ത ഉണ്ട്, സമസ്ത കേരള. ആ സമസ്ത കേരള അതിൽ പണ്ഡിതന്മാരുണ്ട്. അതിൽ പണ്ഡിതന്മാരില്ലാതൊന്നും ഞാൻ പറയുന്നില്ല, അതിൽ പണ്ഡിതന്മാരുണ്ട്. അതിന്റെ പ്രസിഡന്റ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, ഇന്നലെ ഞാൻ വായിച്ചല്ലോ, കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം അക്കൂട്ടത്തിലുള്ള ഒരു പണ്ഡിതനാണ്. അതുപോലെ സൈനുദ്ദീൻ മുസ്ലിയാർ, അദ്ദേഹം അക്കൂട്ടത്തിലുള്ള ഒരു പണ്ഡിതനാണ്. അങ്ങനത്തെ പണ്ഡിതന്മാരുണ്ട് ഇതിൽ. ഇത് ഇപ്പയും ബന്ധമൊന്നും പണ്ഡിതന്മാരല്ല. ഇപ്പയും പണ്ടൊക്കെ ചീത്ത അറിയാൻ വേണ്ടി അള്ളാഹു തആല പ്രത്യേകം തൗഫീഖിനതിന് പറഞ്ഞുകൂടാ. പ്രത്യേകം വിധിക്കപ്പെട്ടൊരു കൂട്ടര്, ദിക്റിയല്ല നേരെയില്ല, സലാത്തില്ല നേരെയില്ല, വേദന നേരെയില്ല, ചീത്ത അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കൂട്ടര്. അങ്ങനെയാണ്. അവരാണിപ്പോ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. അതിലെത്രയോ ആലിമീങ്ങളുണ്ട്. അവരാരും ഇതുവരെയായി ഇതിനെതിരായി പരസ്യമായി പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഇല്ലാത്ത പറയാൻ പാടില്ലല്ലോ. അവരെ കൂട്ടത്തിലുള്ള വലിയ വലിയ സയ്യിദന്മാരുടെ തങ്ങന്മാർ അവരും പറഞ്ഞതായി കേട്ടില്ല. കാരണം അവരൊന്നും ഇത്തരത്തിലുള്ള നീചമായ പരിപാടിക്ക് പോകുന്നവരാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞാണ്. ഇനിയിപ്പോ എന്റെ അഭിപ്രായം തെറ്റാണ് എന്ന് ആരെങ്കിലും തെളിയിച്ചാൽ ഞാനത് തിരുത്തും കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ അഭിപ്രായം അങ്ങനെയാണ്. അതിലുള്ള വിവരമുള്ള പണ്ഡിതന്മാര്, അതുപോലെ അതിലുള്ള ആദരിക്കപ്പെടുന്ന തങ്ങന്മാര്, അങ്ങനത്തെ ആളുകൾക്കൊന്നും ഇവരെ ഈ വിഴുപ്പലക്കൽ പരിപാടിയോട് യാതൊരു യോജിപ്പില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അങ്ങനെയാണ് ആ സ്റ്റേജ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്നാൽ ഔദ്യോഗികമായി ഞാൻ പറഞ്ഞത്, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പണ്ഡിത കമ്മിറ്റി ഉണ്ട്. ആ പണ്ഡിതന്മാര് ഔദ്യോഗികമായി അവരെ ലെറ്റർ ഹെഡിൽ എഴുതുക, ഞമ്മക്കൊരു സമസ്ത ഉണ്ട്, അതിനവരെന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല, സമസ്ത, ഞങ്ങളെ സമസ്ത, ആ സമസ്തക്ക് ഒരു കത്ത് തരാം. അല്ലെങ്കിൽ വേണ്ട SYS ഒരു കത്ത് തരാം. ഞാൻ SYS ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് അങ്ങനെ പറയാം. SYS ഒരു കത്ത് തരാം, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു കത്ത് തരാം. ഞങ്ങൾക്ക് ആ സെനതൊന്ന് കാണണം. അത് മുഫസ്സലും കാണണം, മുഖ്തസറും കാണണമെങ്കിൽ അങ്ങനെ എഴുതണം. ഇനി മുഖ്തസർ മാത്രം മതിയെങ്കിൽ അങ്ങനെ ഞങ്ങൾ. അപ്പോ മുഖ്തസർ സെനതാണോ വേണ്ടത്, അല്ല മുതവ്വല് സെനതാണോ വേണ്ടത്? അതെന്ത് ചെയ്യാ, എഴുതി തരാം. എഴുതിയിട്ട് ഒരു ഡേറ്റ് നിങ്ങൾക്കും അവർക്കും ഞമ്മക്കും സമയമല്ല. അതിന് കൂടുതൽ ആളൊന്നും വേണ്ട. അവരെ കൂട്ടത്തിൽ അവർക്ക് വിശ്വാസമുള്ള എത്ര ആളാണെന്ന് വെച്ചാൽ 2-3 ആൾ മതിയല്ലോ. ഒരു വിശ്വാസം 2 ആളുണ്ടായാലും സാക്ഷിയാവുമല്ലോ. അവർ 2 ആൾ അവർ പറഞ്ഞേക്കുക. അതുപോലെ തന്നെ ഞങ്ങളും 2 ആളുണ്ടാവും. എന്നിട്ട് അത് നമുക്ക് കാണിച്ചു കൊടുക്കുക. അത് കാണിച്ചു കൊടുക്കുമ്പോഴെങ്കിൽ ഒരു വീഡിയോ സെറ്റും പിടിക്കുക. എന്നിട്ട് അപ്പം തന്നെ അവരെ മുമ്പ് തന്നെ വേണമെങ്കിൽ CD എഡിറ്റ് ചെയ്ത് CD പിന്നെ അവർക്ക് കൊടുക്കുകയും ചെയ്യാം. എഡിറ്റ് ചെയ്യാണ്ട് തന്നെ വേണമെങ്കിൽ കൊടുക്കുക. 2 വെച്ചാൽ മതിയല്ലോ. ഇനി അവർക്ക് നമ്മളെ പിടിക്കുന്നവനെ വിശ്വാസമില്ലേ അവർ തന്നെ കൊണ്ടുവന്നാൽ മതി. ഒരു ക്യാമറക്കാരനെ അവർ കൊണ്ടുവന്നോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അതിന് ചെലവ് കുറച്ചൊന്ന് വീട്ടിൽ വേണേൽ നമ്മൾ വഹിക്കാം. ഇനി അവിടെ നിന്ന് ഇവിടത്തോളം അവർ വരുന്ന വണ്ടീന്റെ പൈസയും വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വഹിക്കാം. എന്നിട്ട് അവർ വരിക, എൻ്റെ സെനത് നോക്കുക, എൻ്റെ പരിശോധിക്കുക, എൻ്റെ വീഡിയോ പിടിക്കുക, എന്നിട്ട് അവർക്ക് പോകാം, സെനത് കാണിച്ചു കൊടുക്കാം. ഒരു കുഴപ്പമില്ല. അതിന് മർക്കസ് പോണ്ട, ഉസ്താദിന്റെ തിരക്ക് നോക്കണ്ട. ഞാനിവിടെയുള്ള സമയത്ത് എന്നെ വിളിച്ച് സമയം വാങ്ങിയാൽ ആർക്കും ഈ രൂപത്തിൽ ചെയ്യാം. ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതൊരു ദീനിയായ കാര്യമാണ്. ദീനിയായ കാര്യത്തിന് നമുക്ക് ഒരു മുശാവറയുണ്ട്. ആ മുശാവറയുടെ അധ്യക്ഷൻ താജുൽ ഉലമ ഉള്ളാൽ തങ്ങളാണ്. അതിന്റെ ജനറൽ സെക്രട്ടറി ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. അതിന്റെ മറ്റ് സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ വലിയ വലിയ ആലിമീങ്ങളാണ്. അതിലൊരു ഏറ്റവും ചെറിയ ഒരുത്തനാണ് ഞാൻ. ഈ ചെറിയ ഞാൻ ഉസ്താദ് എന്നെ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സംവാദം നടത്താൻ വേണ്ടി, വ്യവസ്ഥ എഴുതാൻ വേണ്ടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിന് വേണ്ടി ആര് ഇറങ്ങാണെങ്കിലും എന്നോട് സമ്മതം ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഉസ്താദിനോട് സമ്മതം ചോദിച്ചിട്ട് മാത്രമേ പോകാവൂ. അല്ലെങ്കിൽ നാട്ടിലൊട്ടാകെ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് SSF ഒരു വെല്ലുവിളി, അപ്പൊ അങ്ങനെ പറഞ്ഞ SKSF വേറൊരു വെല്ലുവിളി, എന്റെ നാടൊട്ടാകെ സുന്നികൾക്കിടയിൽ ഭിന്നിപ്പ്, അതുപോലെ തന്നെ മുസ്ലിമുകൾക്ക് ഭിന്നിപ്പ് എന്ന് പറയിക്കാൻ പാടില്ല. ഇനി സംവാദം നടത്തണമെന്നുണ്ടോ, സംവാദം നടത്തണമെങ്കിൽ സമസ്തന്റെ ലെറ്റർ ഹെഡിൽ അവർ നമുക്ക് കത്ത് തരാം. ഈ വിഷയത്തിൽ ഒരു സംവാദം നടത്തണം. ആ കത്ത് തന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അങ്ങോട്ടും കത്ത് കൊടുത്ത് വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി ഭംഗിയായിട്ട് വേണമെങ്കിൽ നടത്താം. ഞങ്ങൾക്ക് ഒന്നും വേണമെന്നില്ല, ഞങ്ങൾക്ക് ഇതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ ആർക്കെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിലാ പറഞ്ഞത്.
നടത്തുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, ഒക്കെ ഔദ്യോഗികമായിരിക്കണം. അല്ലാതെ വെറുതെ നാടുകളിൽ കുഴപ്പമുണ്ടാക്കരുത്. അത് SSF-കാരുണ്ടാക്കരുത്, SKSF-കാരുണ്ടാക്കരുത്. ഞാൻ എല്ലാവരോടും ഉപദേശിക്കുകയാണ്, നമ്മൾ ദീനാണ്, ഇത് കളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയാണ്, അത് വലിയ അപകടം ചെയ്യുന്ന കളിയാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹർ മുബാറക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുത്തെ മുടി പിടിച്ചുകൊണ്ട് വഹു ആഖിദുൻ ബിശഅരിഹി ഹദസനി അലി ഇബ്നു അബി താലിബ് വഹു ആഖിദുൻ ബിശഅരിഹി ഹദസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹു ആഖിദുൻ ബിശഅരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുകേശം പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട അലി റളിയല്ലാഹു അൻഹു തിരുകേശം പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരുകേശം പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട ആള് തിരുകേശം പിടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ തിരുകേശം പിടിച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അവിടുന്ന് ഇങ്ങോട്ട് സനദിൽ വന്ന മഹാന്മാർ അവരൊക്കെ തിരുകേശം പിടിച്ചുകൊണ്ട് തന്നെ പറയുകയും ചെയ്തൊരു ഹദീസിൽ. എന്താ ഹദീസ്? മൻ ആദാ ശഅറതൻ മിന്നി ഫഖദ് ആദാനി. എന്റെ ഒരു മുടി അതിനാരെങ്കിലും ദ്രോഹം ചെയ്താൽ അവൻ എന്നെ ദ്രോഹിച്ചവനാണ്. എന്റെ ഒരു മുടി കഷ്ണത്തെ വല്ലവരും ദ്രോഹിച്ചാൽ ഫഖദ് ആദാനി, അവൻ എന്നെ ദ്രോഹിച്ചവനാണ്. വമൻ ആദാനി, വല്ലവനും എന്നെ ദ്രോഹിച്ചാൽ ഫഖദ് ആദല്ലാഹ തബാറക വ തആല, അവൻ അല്ലാഹുവിനെ ദ്രോഹിച്ചവനാണ്. അല്ലാഹുവിനെ ദ്രോഹിച്ചവനാണ്. ഒരു റിപ്പോർട്ടിലുണ്ട്. എന്താ റിപ്പോർട്ട്? മന്നാദാശറത്തൻ, വല്ലവരും എന്റെ ഒരു തിരുകേശത്തെ ദ്രോഹിച്ചാൽ, ശറത്തൻ മിന്നി, എന്നിൽ നിന്നുള്ളൊരു തിരുകേശത്തെ ദ്രോഹിച്ചാൽ, ഫഖദ് ആദാനി, അവൻ എന്നെ ദ്രോഹിച്ചവനാണ് നിശ്ചയം. വമൻ ആദാനി, എന്നെ വല്ലവനും ദ്രോഹിച്ചാൽ, ഫഖദ് ആദല്ലാഹ്, അവൻ അല്ലാഹനെ ദ്രോഹിച്ചവനാണ് നിശ്ചയം. വമൻ ആദല്ലാഹ്, അല്ലാഹനെ വല്ലവനും ദ്രോഹിച്ചാൽ, ലഅനഹുല്ലാഹു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി, ആകാശഭൂമികൾ നിറയെ അവൻ അല്ലാഹ് ലഅനത്ത് ചെയ്തു കഴിഞ്ഞു. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ, അവനിൽ നിന്ന് ഒരു ഫർളോ സുന്നത്തോ അല്ലാഹ് ഖബൂൽ ചെയ്യൂല. അത്ര ഗൗരവമുള്ള വിഷയമാണ് അവിടുത്തെ ഷഹർ മുബാറക്കിനെ കുറ്റം പറയലും നിസ്സാരപ്പെടുത്തലും. ഇത് ചെറിയ ചില്ലറ വിഷയമല്ല. അതുകൊണ്ട് കുട്ടിക്കളി കളിക്കരുത്, ഇത് ദീനാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ്ഖനെ ഹഖായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ എല്ലാ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. മുഴുവൻ ഗ്രൂപ്പ് വഴക്കുകളും മറ്റു വിഷയങ്ങളും ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ ഷഹർ മുബാറക്കിനെയും ബഹുമാനിക്കാൻ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ.